ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. ഫോഴ്സ് എക്സാമുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി വരാൻ പോകുന്ന ഫോഴ്സ് എക്സാമുകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ പറഞ്ഞ് ഓരോരോ പാർട്ടായിട്ട് ഫോഴ്സ് എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോഴേ നമുക്ക് പഠിച്ചു പോകാം. സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ ഫയർമാൻ, ഫയർ വുമൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് ഫോഴ്സ് എക്സാമുകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനം ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റിനകത്തോട്ട് പോവുകയാണ്. Find the error and write the correct sentence. Option A, I am working here since 2019. Option B, I have been working here since 2019. Option C, I was working here since 2019. Option D, I had worked here since 2019. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019 എന്നാണ്. നോക്കുക, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബി എന്ന ആൻസർ ചൂസ് ചെയ്തത്? നമ്മൾ ഇവിടെ ഒരു ടൈം വേർഡ് കണ്ടു. ഏതാണ് നിങ്ങൾ കണ്ട ടൈം വേർഡ്? സിൻസ് ആണ്. അപ്പോൾ ഈ സിൻസ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈം വേർഡ് ആണ് സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ഈ സെന്റൻസ് പറയുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താകുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പോൾ സിൻസ് എന്ന ടൈം വേർഡ് കണ്ടു. സിൻസ് എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് പറയുക. ഈ സെന്റൻസിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റിൽ കിടക്കുന്ന ഓപ്ഷൻ ബി മാത്രമാണ്. സബ്ജക്റ്റ് ഉണ്ട്, ഹാസ് അഥവാ ഹാവിൽ ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്, വർക്കിംഗ് എന്ന വെർബിന്റെ ing ഫോം ഉണ്ട്. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019 എന്നുള്ളതാണ് ഈ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. ഇനി നിങ്ങൾ നോക്കുക, സിൻസ് മാത്രമാണോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ടൈം വേർഡ്? അല്ല. സിൻസും ഫോറും എന്താകുന്നു? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആകുന്നു. സിൻസും ഫോറും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. ഈ സിൻസിന്റെ ഭാഗത്ത് ഡാഷിട്ട് നമുക്ക് ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. അതായത് ഇവിടെ സിൻസ് കണ്ടു, നമ്മൾ ഇവിടെ എന്തുപയോഗിച്ചു? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing എന്ന് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. പക്ഷേ നമുക്ക് ഇതേപോലെ ഒരു ഇയറൊക്കെ തന്നിട്ട് അതിന് മുൻപിൽ എന്താ ഒരു ഡാഷ് തന്ന് ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ മാത്രമല്ല പ്രിപ്പോസിഷനിലും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ സിൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സിൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുവാൻ സിൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഫോറോ എ പീരീഡ് ഓഫ് ടൈം, ഒരു കാലയളവിനെ സൂചിപ്പിക്കുവാൻ ഫോറും ഉപയോഗിക്കുന്നു. അപ്പൊ സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു, ഫോറ് ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഡാഷ് മൺഡേ എന്ന് പറയുമ്പോൾ അതൊരു ദിവസമാണ്, അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. ഡാഷ് ജൂലൈ, അതും ഒരു മാസമാണ്, അതും ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെയും നമുക്ക് സിൻസ് യൂസ് ചെയ്യാം. ഡാഷ് 1994, അതും എന്താണ്? ഒരു വർഷമാണ്, അതും ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. ഡാഷ് 8 o'clock,
8 മണി, അതും ഒരു സമയമാണ്. അല്ലെ 8 PM, അതും ഒരു സമയമാണ്, അതും ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെയും നമുക്ക് സിൻസ് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം വന്നാൽ അവിടെ നമുക്ക് സിൻസും. അടുത്ത നോക്കുക, ഒരു പീരീഡ് ഓഫ് ടൈം വന്നാൽ അവിടെ ഫോർ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഡാഷ് 5 years, അപ്പോൾ അതെന്താകുന്നു? അതൊരു പീരീഡ് ഓഫ് ടൈം ആകുന്നു, ഒരു കാലയളവാകുന്നു. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? 4-5 years എന്ന് ഉപയോഗിക്കാം. ഡാഷ് 3 months, അപ്പോൾ അവിടെയും എന്താ? 3 months, 3 മാസത്തോളം, അതും ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അവിടെയും നമുക്ക് ഫോർ യൂസ് ചെയ്യാം. അപ്പൊ ഇതേപോലെ ഒരു പോയിന്റ് ഓഫ് ടൈം വന്നാൽ അവിടെ സിൻസ് ഉപയോഗിക്കുക, ഒരു പീരീഡ് ഓഫ് ടൈം വന്നാൽ അവിടെ ഫോറും യൂസ് ചെയ്യുക. അപ്പോൾ ഈ സിൻസും ഫോറും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ടൈം വേർഡ് മാത്രമല്ല, എല്ലാ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളുടെയും ടൈം വേർഡ് സിൻസും ഫോറും തന്നെയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെയും ടൈം വേർഡ് സിൻസും ഫോറുമാണ്. അതിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ടൈം വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു തവണ ഒരു LDK വന്നിട്ടുള്ളൂ. ബാക്കി എപ്പോഴും വരുന്നത് പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളുടെ ടൈം വേർഡുകളായിട്ടാണ് സിൻസും ഫോറും വരുന്നത്. അപ്പോൾ ഇതേപോലെ സിൻസും ഫോറും കണ്ടിട്ട് ഈ ഭാഗത്ത് ഇതിപ്പോൾ എറർ ചോദിച്ചു, ഈ ഭാഗത്ത് ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോഴും നമ്മൾ ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷനിൽ പ്രസന്റ് ആണ് പ്രസന്റ്, പാസ്റ്റ് ആണ് പാസ്റ്റ്. പല അവസരങ്ങളിലും രണ്ടും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടെ വരുമ്പോൾ തിരികെ ആ ക്വസ്റ്റ്യനിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കാണും. സിൻസ് 1993 ബട്ട് നൗ ഹീസ് നോട്ട് എന്നും പറഞ്ഞൊക്കെ കൊടുത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ആ രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും, പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. പിന്നെ സിൻസും ഫോറും പെർഫെക്റ്റ് ടെൻസുകളിലും യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. പെർഫെക്റ്റ് ടെൻസിലും സിൻസും ഫോറും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, മത്സര പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, ഡാഷ് ഇട്ട ക്വസ്റ്റ്യനുകളൊക്കെ വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെയും ടൈം വേർഡ് ആയിട്ടാണ് സിൻസും ഫോറും ഉപയോഗിക്കുക. അപ്പം ഒന്നുകൂടെ പറയാം, കൂടുതൽ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഇവിടെ സിൻസ് എന്ന ടൈം വേർഡ് കണ്ടു, ഇത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കി. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമാണ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഈ ഹാസ് അഥവാ ഹാവ് മാറ്റിയിട്ട് അവിടെ എന്ത് എഴുതിയാൽ മതി? ഹാഡ് എന്ന് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. വിച്ച് ഈസ് ദ കറക്റ്റ് സെന്റൻസ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്? ഓപ്ഷൻ എ, ഐ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ്. ഓപ്ഷൻ ബി, ഐ ഡു നോട്ട് വാണ്ടഡ് ഇറ്റ്. ഓപ്ഷൻ സി, ഐ ഡിഡ് നോട്ട് വാണ്ടഡ് ഇറ്റ്. ഓപ്ഷൻ ഡി, ഐ ഡസ് നോട്ട് വാണ്ടഡ് ഇറ്റ്. ഇവിടെ ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഈ 4 ഓപ്ഷനിലും ഡിഡ്, ഡു, ഡിഡ്, ഡസ് തുടങ്ങിയ ഓക്സിലറി വെർബ്സിനെ നിങ്ങൾ കണ്ടില്ലയോ? അപ്പൊ ഈ ഓക്സിലറി വെർബുകൾക്ക് ശേഷം ഏതൊക്കെയാ? ഡസ്, ഡു, ഡിഡ്. ഈ ഓക്സിലറി വെർബുകൾക്കെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ബെയർ ഇൻഫിനിറ്റീവ് മീൻസ് എന്താ? ബേസ് ഫോം ഓഫ് ദ വെർബാണ്. ഇവയ്ക്കെല്ലാം ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇവയ്ക്കെല്ലാം ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. മീൻസ് ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ഡസും ഡൂവും ഡിഡും വന്നാൽ അതിനുശേഷം എന്ത് എഴുതുക? V1 ഫോം തന്നെ എഴുതുക. അതും എങ്ങനെ? SO ESO ഒക്കെ ഉള്ളതല്ല, ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഡിഡിന് ശേഷം ബേസ് ഫോം ആയിട്ട് കിടക്കുന്നത് വാണ്ട് ആണ്. ഇവിടെ വാണ്ടഡ് എന്ന് വന്നു, തെറ്റാണ്. ഇവിടെ വാണ്ടഡ് എന്ന് വന്നു, തെറ്റാണ്. ഇവിടെ ഡസിന് ശേഷം വാണ്ടഡ് എന്ന് വന്നു, ഇവിടെയൊക്കെ തെറ്റാണ്. ഇവിടെ എല്ലാം എന്ത് വരണമായിരുന്നു? വാണ്ട് എന്ന് വരണമായിരുന്നു. സോ ആൻസർ ഓപ്ഷൻ എ. ഡസ്, ഡു, ഡിഡ് ഈ ഓക്സിലറി വെർബുകൾക്ക് ശേഷം ബേസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക, അഥവാ ബെയർ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. അതേപോലെ നമ്മുടെ മോഡൽ ഓക്സിലറി വെർബുകൾക്ക് ശേഷവും
ബേസ് ഫോം ഓഫ് ദ വെർബാണ്, ബെയർ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. അതായത് ഈസ് എന്താ വിൽ വുഡ് ഷാൾ ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് ഓട്ട് ടു അങ്ങനെയൊക്കെയുള്ള നീഡ് ഇങ്ങനെയൊക്കെയുള്ള മോഡൽ ഓക്സിലറി വെർബ്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മൊഡാൽ ഓക്സിലറി എന്നാണ്. അപ്പോൾ അങ്ങനത്തുള്ള മൊഡാൽ ഓക്സിലറീസിനൊക്കെ ശേഷവും ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുക. തേർഡ് ക്വസ്റ്റിനകത്തോട്ട് പോവാം. ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. The teacher said the earth revolves around the sun. Option A, the teacher said that the earth revolved around the sun. Option B, the teacher said that the earth had revolved around the sun. Option C, the teacher said that the earth revolves around the sun. Option D, the teacher said that the earth is revolving around the sun. Option C ആണ് the teacher said that the earth revolves around the sun എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണ്. ഒരു സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്താൽ അതിനെയാണ് അസർട്ടീവ് സെന്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു അസർട്ടീവ് സെന്റൻസിനെയാണ് നമുക്ക് ഇൻഡയറക്റ്റിലോട്ട് മാറ്റേണ്ടുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടുന്നത്. ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആകുന്നു, ഒരു പ്രപഞ്ച സത്യമാകുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതേപോലുള്ള യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത്, ഇങ്ങനെയുള്ള പ്രപഞ്ച സത്യങ്ങളോ പൊതുവസ്തുതകളോ സയന്റിഫിക് ട്രൂത്തോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റമൊന്നുമില്ല, അതിനെ പാസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്, ഇതൊരു പ്രപഞ്ച സത്യമാണ്. ഒരു പ്രപഞ്ച സത്യത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റമൊന്നുമില്ല. നമുക്ക് കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ചേർത്തങ്ങ് റിപ്പോർട്ട് ചെയ്താൽ മതി. അസർട്ടീവ് സെന്റൻസ് ആണ്. റിപ്പോർട്ടിംഗ് വെർബ് സെഡ് അഥവാ ടോൾഡ് ആണ്. റിപ്പോർട്ടിംഗ് വെർബ് സെഡ് അഥവാ ടോൾഡ് ആണ്. അതായത് ഈ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും കൂടെ ബന്ധിപ്പിക്കാനായിട്ട് നമ്മൾ എന്തെഴുതും? റിപ്പോർട്ടിംഗ് വെർബായിട്ട് സെഡ് അഥവാ ടോൾഡ് എഴുതും. അതേപോലെ തന്നെ കണക്റ്റിംഗ് വേർഡ് രണ്ട് പാർട്ടിനെ കൂടെ ബന്ധിപ്പിക്കാനായിട്ട് കണക്റ്റിംഗ് വേർഡായിട്ട് നമ്മൾ എന്തെഴുതും? ദാറ്റ് എഴുതും. ഒരു അസർട്ടീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. ഈ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും കൂടെ ബന്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ആണ്. നമുക്ക് ഇതിനെ റിപ്പോർട്ട് ചെയ്യാം. ദ ടീച്ചർ സെഡ് അതേപോലെ എഴുതി. റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും കൂടെ ബന്ധിപ്പിക്കുവാനായിട്ട് കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്തു. ഒരു അസർട്ടീവ് സെന്റൻസിന്റെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ആണ്. ദാറ്റ് എഴുതി. ദ ടീച്ചർ സെഡ് ദാറ്റ്. ഇനി ടെൻസിന് മാറ്റമൊന്നുമില്ല, ഇതൊരു പ്രപഞ്ച സത്യമാണ്. സോ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇതൊരു പ്രപഞ്ച സത്യമാണ്. അതേപോലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ടെൻസിന് മാറ്റമില്ല. അതേപോലെ മാറ്റമില്ലാത്ത ഒരു കേസ് കൂടിയുണ്ട്. മീൻസ് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലും ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസിന് മാറ്റമില്ല. ഫോർ എക്സാമ്പിൾ, ലേഖ വിൽ സേ I can solve the problem. അപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കി, ഇവിടെ നിങ്ങൾ എന്താണ് വ്യത്യസ്തമായിട്ട് കാണുന്നത്? നമ്മൾ കാണുന്ന സെന്റൻസിലൊക്കെ ഇത് ടീച്ചർ സെഡ്, രാജു സെഡ്, അല്ലെങ്കിൽ ദ സ്റ്റുഡൻസ്, ദ ചിൽഡ്രൻ സേ, അല്ലെങ്കിൽ രാജു സെഡ് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വ്യത്യസ്തമായിട്ട് ലേഖ വിൽ സേ എന്ന് കണ്ടു. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലേഖ വിൽ സേ എന്ന് കണ്ടു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വില്ലുണ്ട്, V1 ഉണ്ട്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 എന്ന് പറയുമ്പോൾ അത് എന്താകുന്നു? സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് റിപ്പോർട്ടിംഗ് വെർബ് എന്തായിട്ടാ? സിമ്പിൾ ഫ്യൂച്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസിന് മാറ്റമൊന്നുമില്ല. റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ ഫ്യൂച്ചറിലാണെങ്കിൽ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസിന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ലേഖ വിൽ സേ എന്നുള്ളത് അതേപോലെ തന്നെ എഴുതുക. ലേഖ വിൽ സേ കണക്റ്റീവ് വേർഡ് അസർട്ടീവ് സെന്റൻസ് അല്ലേ, അതുകൊണ്ട് ദാറ്റ് എഴുതി. ലേഖ വിൽ സേ ദാറ്റ്. ഐ എന്തായി മാറും? ഹി അഥവാ
ഷീ ആയി മാറും. ഇവിടെ ലേഖയല്ലേ, അതുകൊണ്ട് നമ്മൾ ഷീ എഴുതി. ലേഖ വിൽ സേ ദാറ്റ് ഷീ, ക്യാനിനെ കുഡൊന്നും ആക്കരുത്, ടെൻസിന് മാറ്റമില്ല, അതേപോലെ തന്നെ എഴുതുക. ഷീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ലേഖ വിൽ സേ ദാറ്റ് ഷീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രപഞ്ച സത്യത്തെയോ പൊതുവസ്തുതയോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റമൊന്നുമില്ല. റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലും ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസിന് മാറ്റമൊന്നുമില്ല. പിന്നെയുണ്ട് റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിലും ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ, ദ ബോയ്സ് സേ, we are watching the tournament. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കണ്ടു? ദ ബോയ്സ് സേ വി ആർ വാച്ചിങ് ദ ടൂർണമെന്റ് എന്ന് കണ്ടു. ബാക്കി തന്ന ക്വസ്റ്റിനകത്തൊക്കെ സെഡ് ആണ് കണ്ടത്. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്താ? സേ വന്നു. റിപ്പോർട്ടിംഗ് വെർബായിട്ട് സേയോ സെയ്സോ കണ്ടാൽ, റിപ്പോർട്ടിംഗ് വെർബായിട്ട് സേയോ സെയ്സോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം സേയും സെയ്സും എന്താണ്? പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. സേയും സെയ്സും കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലായാലും സേ എന്നോ സെയ്സ് എന്നോ കണ്ടാൽ, ബാക്കി ക്വസ്റ്റിനകത്തൊക്കെ നമ്മൾ എന്താ കാണുന്നത്? സെഡ് എന്നൊക്കെ അല്ലയോ കാണുന്നത്. അപ്പൊ ഇതേപോലെ സേയോ സെയ്സോ കണ്ടാൽ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതേപോലെ നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റിലാണെങ്കിലും ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസിന് മാറ്റമൊന്നും വരുന്നില്ല. ദ ബോയ്സ് സേ, കണക്റ്റിംഗ് വേർഡ് എന്ത് ചേർക്കാം? ദാറ്റ് ചേർക്കാം. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് സേയോ സെയ്സോ വന്നാൽ അത് തന്നെ എഴുതിയാൽ മതി. ദ ബോയ്സ് സേ ദാറ്റ്, വി എന്തായി മാറുന്നു? ബോയ്സ് അല്ലേ, വി ദേ ആയി മാറും. ദേ ടെൻസിന് മാറ്റമൊന്നുമില്ല, വേറൊന്നും ആക്കരുത്. ദേ ആർ വാച്ചിങ് ദ ടൂർണമെന്റ്. ഓക്കെ, ദ ബോയ്സ് സേ ദാറ്റ് ദേ ആർ വാച്ചിങ് ദ ടൂർണമെന്റ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു പ്രപഞ്ച സത്യത്തെയോ പൊതുവസ്തുതയോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു യൂണിവേഴ്സൽ ട്രൂത്തോ ജനറൽ ട്രൂത്തോ സയന്റിഫിക് ട്രൂത്തോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റമൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലും ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസിന് മാറ്റമൊന്നും വരുന്നില്ല. ഇതേപോലെ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിലും ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ടെൻസിന് മാറ്റമൊന്നുമില്ല. അപ്പൊ വിൽ സേ എന്ന് കണ്ടാലും വെറുതെ സേ എന്നോ സേസ് എന്നോ കണ്ടാലും ഒക്കെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റമില്ല. പാസ്റ്റ് ഒന്നും ആക്കണ്ട കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈഫ് സ്പാൻ ഓഫ് സർട്ടൻ സ്പീഷീസ് ഡാഷ് വെരി ഷോർട്ട്. ഓപ്ഷൻ എ വെയർ, ഓപ്ഷൻ ബി ഈസ്, ഓപ്ഷൻ സി ആർ, ഓപ്ഷൻ ഡി ഹാവ് ബീൻ. ഇവിടെ ഏതാ ആൻസർ? ഈസ് ആണ്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഈസ് എഴുതി? രണ്ട് സബ്ജക്റ്റുകളെ ഓഫ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ, നിങ്ങൾ എന്ത് നോക്കുക? ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കുക. രണ്ട് സബ്ജക്റ്റുകളെ ഇങ്ങനെ ഓഫ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതുക. ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ദ ലൈഫ് സ്പാൻ ആണ്, ദ ലൈഫ് സ്പാൻ ആണ്. ആ ഫസ്റ്റ് സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണ്, അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? സിംഗുലർ ആയിട്ടുള്ള ഈസ് എഴുതാം. ദ ലൈഫ് സ്പാൻ ഓഫ് സർട്ടൻ സ്പീഷീസ് ഈസ് വെരി ഷോർട്ട് എന്നാണ്. സ്പീഷീസ് കണ്ടതുകൊണ്ട് ഒരു വിഭാഗം കുട്ടികളും പ്ലൂറൽ ആൻസറിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ട് സബ്ജക്റ്റുകളെ ഓഫ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് വെർബ് എഴുതുക. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം. Add suitable question tag to the following sentence. Let's go for a walk, comma dash question mark. Option A, will we? Option B, won't you? Option C, shall we? Option D, shall you? Answer option C ആണ്, shall we ആണ്. ഒന്നുമില്ല,
ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ലെറ്റിന്റെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ ലെറ്റ്സ് തന്നെയാണ്. അപ്പൊ നോക്കുക, ലെറ്റിലോ അല്ലെങ്കിൽ ലെറ്റ്സിലോ അഥവാ ലെറ്റ്സിലോ അഥവാ ലെറ്റസിലോ, ലെറ്റ് അസ് അഥവാ ലെറ്റ്സ്, ഇവയിൽ രണ്ടൊന്നും തന്നെ. ലെറ്റ് അസ് അഥവാ ലെറ്റ്സ് ഇവയിൽ ആരംഭിക്കുന്ന സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഷോൾ ബി ആയിരിക്കും. ലെറ്റ്സ് അഥവാ ലെറ്റസ്, ലെറ്റസ് അഥവാ ലെറ്റ്സ് ഇവയിൽ ആരംഭിക്കുന്ന സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഷോൾ ബി എന്നാണ്. അതിനൊരു മാറ്റവും ഇല്ല. ഇനി ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് എന്ത് വന്നാലും ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് വന്നാൽ അവിടെ പി എസ് സിയുടെ ആൻസർ എന്താണ്? വിൽ യു എന്നാണ്. വിൽ യു എന്നാണ്. ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ് എന്ത് വന്നാലും, അതർ പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ എന്താ? ലെറ്റ് മീയോ, ലെറ്റ് ഹിമ്മോ, ലെറ്റ് ഹറോ, അങ്ങനെ അതർ പ്രോനൗൺസ് എന്തെങ്കിലും വന്നാൽ ലെറ്റ് പ്ലസ് ബാക്കി ഏത് പ്രോനൗൺസ് വന്നാലും ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ദം, ലെറ്റ് ഹർ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോനൗണുകൾ വന്നാൽ ടാഗ് വില്യു എന്നാണ് ഉപയോഗിക്കുക. അത് പി എസ് സിയുടെ ആൻസർ അങ്ങനെയാണ് കേട്ടോ. എന്നാൽ മറ്റു ചില എക്സാമുകളുടെ ആൻസർ അങ്ങനല്ല. ലെറ്റ് മീ വന്നാൽ ഷോൾ ഐ എന്ന് എഴുതും, ലെറ്റ് ഹിം വന്നാൽ ഷോൾ ഹി എന്ന് എഴുതും, ലെറ്റ് ഹർ വന്നാൽ ഷോൾ ഷീ എന്ന് എഴുതും, ലെറ്റ് ദം വന്നാൽ ഷോൾ ദേ എന്ന് എഴുതും. അങ്ങനെയാണ് നമ്മുടെ ഈ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാം ഉണ്ട്. അതായത് CSEB ക്ലർക്ക് എക്സാമിനൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം CSEB ബോർഡിന്റെ ആൻസർ ലെറ്റ് മീ ഒക്കെ വരുമ്പോൾ എന്താണ്? ഷോൾ ഐ എന്നാണ്. നമ്മളൊക്കെ പണ്ടൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ചതും അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു റൂളുണ്ട്, നമ്മൾ PSC ഫോളോ ചെയ്യുന്ന റൂള്. PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ലെറ്റ് പ്ലസ് അസ് അല്ലാതെ ബാക്കി ഏത് പ്രോനൗൺ വന്നാലും ടാഗ് വില്യു എന്നാണ് കേട്ടോ. ഓർത്തിരിക്കണേ. അപ്പൊ ലെറ്റ്സ് അഥവാ ലെറ്റസിൽ ആരംഭിക്കുന്ന സെന്റൻസിന്റെ ടാഗ് എന്ന് പറയുന്നത് ഷോൾ വി ആണ്. ലെറ്റ് പ്ലസ് അതർ പ്രോനൗൺസ്, ലെറ്റ് വന്നിട്ട് ബാക്കി ഏത് പ്രോനൗൺ വന്നാലും PSCയുടെ ആൻസർ വില്യു എന്നാണ്. ഓക്കെ. ഡാഷ് ബോയ് who talked to me yesterday turned out to be my old neighbor's son. Option A, option B and, option C the, option D no article. ഇവിടെ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക? ഡാഷ് ബോയ് ഹു ഏതാ? ദ ബോയ് ഹു. എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ എയും ആനും ഒന്നും ഉപയോഗിക്കാതെ ദ ഉപയോഗിച്ചു? ഈ ബോയിയെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. എന്തിനെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയാൻ, തറപ്പിച്ചുറപ്പിച്ചൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ദ ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എനിത്തിങ്. എന്തിനെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ആണ്. പിന്നെ ഒരു കാര്യം എളുപ്പം വഴി പറഞ്ഞുതരാം. ഒരു നൗണിന് ശേഷം ദാ ഇതേപോലെ ഹൂവോ ഹുമ്മോ ദാറ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. അതായത് ആർട്ടിക്കിൾ ഉപയോഗിക്കുക, ഒരു ഡാഷ് വന്നു, ശേഷം ഒരു നൗൺ വന്നിട്ടുണ്ട്, ആ നൗണിന് ശേഷം ഹൂവോ ഹുമ്മോ ദാറ്റോ ഒക്കെ വന്നാൽ മീൻസ് ഈ ഹൂ ഹും അല്ലെങ്കിൽ ദാറ്റ് ഒക്കെ ഉപയോഗിച്ച് ഈ ബോയ് അവിടെ എന്ത് ചെയ്യുകയാണ്? സ്പെസിഫൈ ചെയ്യുകയാണ്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും. അപ്പോൾ ഒരു നൗണിന് ശേഷം ഹൂവോ ഹുമ്മോ ദാറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ബോയിയെ, ആ നൗണിനെ അവിടെ ഇവ ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഒരു നൗണിന് ശേഷം ഹൂ ഹും ദാറ്റ് എക്സെട്ര ഒക്കെ വന്നാൽ അവിടെ ദ എന്ന ആർട്ടിക്കിൾ നിങ്ങൾ യൂസ് ചെയ്തോളൂ. Complete the sentence by adding a suitable word given below. If she had studied harder, she dash passed the exam. Option A would, option B would have, option C will, option D hard. നിങ്ങൾ എഴുതിയ ആൻസർ ഇവിടെ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണോ നിങ്ങളുടെ മനസ്സിലോട്ട് വന്ന ആൻസർ? എങ്കിൽ അത് കറക്റ്റ് ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇഫ് ക്ലോസിൽ മെയിനായിട്ടുള്ള 3 റൂളുകളുണ്ട്. അതിൽ മൂന്നാമത്തെ റൂളാണിത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നത്.
ഇവിടെ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ തേർഡ് റൂൾ എന്ന് പറയുന്നത്? ഇതാണ്, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ ഇവിടെ ഇഫ് വന്നിട്ടുണ്ട്, കോമ കഴിഞ്ഞിട്ട് അടുത്തൊരു ഭാഗമുണ്ട്. ഈ ഇഫ് വരുന്ന ഭാഗത്തെ നമുക്ക് ഇഫ് ക്ലോസ് എന്നും കോമ കഴിഞ്ഞിട്ട് കിടക്കുന്ന ബാക്കി ഭാഗത്തെ നമുക്ക് മെയിൻ ക്ലോസ് എന്നും വിളിക്കാം. ഓക്കെ ആണേ. അപ്പോൾ ഇഫിന് ശേഷം ഹാഡ് വന്നു, ഹാഡിന് ശേഷം ഒരു വെർബ് ഉണ്ടോ എന്ന് നോക്കണം. ഒരു വെർബ് ഉണ്ടെങ്കിൽ അത് V3 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് സ്റ്റഡീഡ് ഒരു വെർബാണ്. ഓക്കെ, അത് V3 ആണ്. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സെന്റൻസിൽ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? would have or should have or could have or might have plus വെർബിൻ്റെ V3 ഫോം ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ ഇഫ് ക്ലോസിൻ്റെ തേർഡ് റൂള്. എന്താണ്? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ കോമയായിട്ട് കിടക്കുന്ന ബാക്കി ഭാഗം, അതാണ് മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്തെഴുതി? വുഡ് ഹാവ്. V3 ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചു. അപ്പോൾ ഇത് ഇഫ് ക്ലോസിൻ്റെ ഫസ്റ്റ് റൂള്. തേർഡ് റൂളാണ് ഈ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ ഫസ്റ്റ് റൂൾ എന്തായിരിക്കാം? ഇതാണ്, ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വില്ലോ, ഷോളോ, ക്യാനോ, മേയോ പ്ലസ് വെർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കുക. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, if you study you dash pass. ഓപ്ഷൻ ഇ വില്ലുണ്ട്, വുഡ് ഉണ്ട്, വുഡ് ഹാവ് ഉണ്ട്. നമ്മൾ നോക്കി, നമ്മൾ ഒന്നാമത്തെ റൂള് പഠിച്ചു. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വില്ലോ, ഷാളോ, ക്യാനോ, മേയോ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇവിടെ നോക്കിയപ്പോൾ ഇഫിന് ശേഷം വന്നിരിക്കുന്നത് എന്താണ്? സ്റ്റഡി എന്ന വെർബാണ്. അത് വെർബിൻ്റെ V1 ഫോം ആണ്. അപ്പോൾ ഇഫ് പ്ലസ് V1 വന്നു. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വില്ലോ, ഷാളോ, ക്യാനോ, മേയോ പ്ലസ് V1 ഉപയോഗിക്കാം. ഓപ്ഷൻ ഏതാ ഉള്ളത്? വില്ലാണ്. സോ യു വിൽ പാസ് എന്ന് എഴുതി. ഇനി ഇവിടം വരെ ഡാഷ് വന്നാൽ യു വിൽ പാസ് കാണും, പാസ്ഡ് കാണും. അവിടെ എന്ത് നോക്കി എഴുതണം? V1 തന്നെ എഴുതണം. യു വിൽ പാസ് എന്ന് എഴുതി. ഇനി ഇത് തിരിച്ചും വരാൻ ക്വസ്റ്റ്യൻ, ഇഫ് യു ഡാഷ് യു വിൽ പാസ്, അങ്ങനെയും വരാം. അപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ഇഫിന് ശേഷം ഡാഷ് വരികയും മെയിൻ ക്ലോസിൽ വില്ല് വരികയും ചെയ്താൽ, അല്ലെങ്കിൽ വിൽ പ്ലസ് V1 വന്നാൽ ഇഫിന് ശേഷം എന്ത് വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ വില്ല് വരിക? ഇവിടെ വില്ല് വരണമെങ്കിൽ ഇവിടെ വെർബിൻ്റെ V1 ഫോമാണ് വരേണ്ടുന്നത്. അപ്പോൾ അവിടെ V1 ആയിട്ടുള്ള എന്തൊക്കെയുണ്ട്? സ്റ്റഡി, സ്റ്റഡീഡ്, ഹാഡ് സ്റ്റഡീഡ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾ അവിടെ പോയിട്ട് സ്റ്റഡി എന്ന വെർബിൻ്റെ V1 ഫോം എടുത്തെഴുതുക. അപ്പോൾ ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. അതാണ് ഇഫ് ക്ലോസിൻ്റെ ഫസ്റ്റ് റൂള്. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ സെക്കൻഡ് റൂള് എന്തായിരിക്കാം? സെക്കൻഡ് റൂള് അതിതാണ്, ഇഫ് പ്ലസ് V2 വന്നാൽ, ഇഫ് പ്ലസ് V2 വന്നാൽ ഇതിൻ്റെയൊക്കെ പാസ്റ്റ് മെയിൻ ക്ലോസിൽ നമുക്ക് വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ ഇവയിൽ ഏതെങ്കിലും പ്ലസ് വെർബിൻ്റെ V1 ഫോം എഴുതാം. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, if he invited me I dash go there. ഓപ്ഷനകത്ത് ഷോൾ ഉണ്ട്, ഷുഡ് ഉണ്ട്, ഷുഡ് ഹാവ് ഉണ്ട്. നിങ്ങൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് എഴുതുക? ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ഹി ഇൻവൈറ്റഡ് മീ ഐ ഡാഷ് ഗോ ദയർ. ഇവിടെ ഇഫിന് ശേഷം വന്നിരിക്കുന്നത് ഇൻവൈറ്റഡ് എന്ന വെർബാണ്. അപ്പോൾ ഇൻവൈറ്റഡ് എന്ന് പറയുമ്പോൾ അത് വെർബിൻ്റെ
V2 ഫോം ആണ്. ഇഫ് പ്ലസ് V2 ആണ് വന്നിരിക്കുന്നത്. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ എന്തൊക്കെ ഉപയോഗിക്കാം? വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ പ്ലസ് V1 ഉപയോഗിക്കാം. ഇവിടെ ഏതാ ഉള്ളത്? ഐ ഷുഡ് ഗോ ദെയർ ആണ്. സോ ആൻസർ ഐ ഷുഡ് ഗോ ദെയർ ആണ്. ഷാളോ, ഷുഡോ, ഷുഡ് ഹാവ് ആണ് ഓപ്ഷനിൽ ഉള്ളത്. ഇവിടെ ഏതാ ഉള്ളത്? ഷുഡ് ആണ്. സോ ഐ ഷുഡ് ഗോ ദെയർ എന്ന് എഴുതി. അപ്പോൾ 3 റൂളുകൾ ഇതാണ് ഇഫ് ക്ലോസിൻ്റെ. ഇപ്പോൾ എപ്പോഴും ഈ തേർഡ് റൂൾ കണ്ടുവരുന്നു. ഫസ്റ്റ് റൂൾ ഇതാണ്, ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ഉപയോഗിക്കുന്നു. സെക്കൻഡ് റൂൾ, ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കുന്നു. തേർഡ് റൂള്, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, neither food nor water dash to be found there. Fill in the blank space. Option A where, option B was, option C have, option D none of these. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ABCD അല്ല. 1 വെയർ, 2 വാസ്, 3 ഹാവ്, 4 നൺ ഓഫ് ദീസ്. ഓപ്ഷൻ A1, ഓപ്ഷൻ B3, ഓപ്ഷൻ C2, ഓപ്ഷൻ D4. അവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ C2 ആണ്. ഇവിടെ വാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നോക്കുക, ഇവിടെ വാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഇവിടെ നെയ്തർ നോർ ഉപയോഗിച്ചാണ് 2 സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കേ, എയ്തർ ഓറോ, നെയ്തർ നോറോ, നോട്ട് ഓൺലി ബട്ട് ആൾസോയോ, ഇവയൊക്കെ ഉപയോഗിച്ച് നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവയൊക്കെ ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെർബ് എഴുതുക? സെക്കൻഡ് സബ്ജക്റ്റിന് അനുസരിച്ചാണ് വെർബ് എഴുതുക. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവയൊക്കെ ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ, യോജിപ്പിക്കുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിന് അനുസരിച്ച് വെർബ് എഴുതാം. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് ഏതാ? വാട്ടർ അല്ലേ? വാട്ടർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണ്. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുക. ഇവിടുത്തെ സിംഗുലർ ഓക്സിലറി വെർബ് വാസ് ആണ്. അപ്പോൾ വാസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വരുന്നത് 2-ലല്ലയോ? അപ്പോൾ 2 എവിടെ വരുന്നത്? ഓപ്ഷൻ സിയിലാണ്. അവിടെ ഏത് എഴുതുക? 2 എന്നുള്ള ഓപ്ഷൻ സി എഴുതുക. ഇവിടെ പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത്, ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ഒരു മാർക്ക് പോകുന്ന ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, റൂൾ എല്ലാം കറക്റ്റായിട്ട് അറിയാം, വാസാണ് ആൻസർ എന്നും അറിയാം, വാസ് കണ്ടിട്ട് ഇവിടെ പോയി എന്ത് ചെയ്യും? ഓപ്ഷൻ ബി കറുപ്പിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ അബദ്ധം പറ്റിയ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഡബിൾ ഓപ്ഷൻസ് കാണുമ്പോഴേ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കി ഉറപ്പിച്ചിട്ട് ആൻസർ കറുപ്പിക്കാവൂ. ഇവിടെ 2-ലാണ് വാസ് വന്നിരിക്കുന്നത്. ഇവിടെ പോയി ബി എഴുതരുത്. സിയിലാണ് 2 വന്നിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ വരുമ്പം അത് വ്യക്തമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ആൻസറിലോട്ട് പോകാവേ. അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. വെനറേറ്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെനറേറ്റ് അല്ല, ഇൻവിറ്ററേറ്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. INVETERATE. ഓപ്ഷൻ ബി INVERTARATE. ഓപ്ഷൻ സി INVETARATE. ഓപ്ഷൻ അല്ല 4 INVERTERATE. 1 2 3 4. ഇതിലേതാ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്? ഇൻവിറ്ററേറ്റ് 1 കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്. INVETERATE. അപ്പൊ ഈ 1 എന്നുള്ള നമ്പർ വരുന്ന ഓപ്ഷൻ ഇവിടെ ഏതാണ്? ഡി ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി 1. ഇതും ശ്രദ്ധിക്കുക. ഇവിടെ ഇൻവിറ്ററേറ്റ് കണ്ടു, ഇവിടെ പോയി എ എന്ന് കറുപ്പിക്കരുത്. എന്തേ ബൗൾ ചെയ്യാവൂ? ഡി എ ചെയ്യാവൂ. 1 എന്ന ആൻസർ വന്ന ഡി എ കറുപ്പിക്കാവൂ. ഓക്കെ.
ഹു ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. പാസീവ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആക്റ്റീവ് വോയിസ് ആണ് തന്നിരിക്കുന്നത്, അതിനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഓപ്ഷൻ എ നോക്കി, ബൈ ഹും ദ ഡോർ ഈസ് ബീങ് നോക്ക്ഡ് അറ്റ്. ഓപ്ഷൻ ബി, ബൈ ഹും ദ ഡോർ ബീങ് നോക്ക്ഡ്. ഓപ്ഷൻ സി, ബൈ ഹും ഹാസ് ദ ഡോർ ബീൻ knocked at. Option D, by whom is the door being knocked at. But answer option D ആണ്. By whom is the door being knocked at എന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഇതൊരു ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഒരു ഇൻറ്ററോഗേറ്റീവ് സെന്റൻസിനെയാണ് നമുക്കിവിടെ പാസീവിലോട്ട് മാറ്റാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ നോക്കുന്നു, ഇത് ഹൂവിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഹൂവിൽ തുടങ്ങുന്ന ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ പാസീവിലോട്ട് മാറ്റാൻ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ് ആ കോമൺ ഫോർമാറ്റ്? ഇതാണ് കോമൺ ഫോർമാറ്റ്. ബൈ ഹും, ബൈ ഹും പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3. ഇതാണ് ഹൂവിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യനെ പാസീവിലോട്ട് മാറ്റുവാൻ വേണ്ടുന്ന കോമൺ ആയിട്ടുള്ള ഫോർമാറ്റ്. ബൈ ഹൂം പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ഒക്കെ ആണെങ്കിൽ ബൈ ഹൂമിന് ശേഷം ഓക്സിലറി വെർബിന്റെ ഭാഗത്ത് എന്ത് എഴുതുക? ഈസോ, ആമോ, ആറോ ഇടുക. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഓക്സിലറി വെർബിന്റെ ഭാഗത്ത് എന്ത് എഴുതുക? വാസോ, വേറോ എഴുതുക. പിന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ഓക്സിലറി വെർബ് ഓൾറെഡി കാണുമല്ലോ, അതും ഒബ്ജക്റ്റിന് അനുസരിച്ച് മാറ്റി മാറ്റണമെങ്കിൽ അപ്പം ഓക്സിലറി വെർബിന് ശേഷം ഒബ്ജക്റ്റിന് ശേഷം നിങ്ങൾ V3ക്ക് മുമ്പ് എന്തിട്ടോണം? കണ്ടിന്യൂസ് ആണെങ്കിൽ ബീയിങ് ഇട്ടോണം. പെർഫെക്റ്റ് ആണെങ്കിൽ എന്തിടണം? V3ക്ക് മുമ്പ് ബീന് എഴുതണം. അപ്പോൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ V3ക്ക് മുമ്പ് കണ്ടിന്യൂസ് ആണെങ്കിൽ ബീനും, BEING ബീയിങ്ങും, പെർഫെക്റ്റ് ആണെങ്കിൽ ബീനും ഇടണം. ഇവിടെ തന്നിരിക്കുന്നത് ഹു ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ എന്നാണ്. അപ്പോൾ അവിടെ എന്താണ്? ഈസ് പ്ലസ് ING ഉണ്ട്. അത് കണ്ടിന്യൂസ് പോലാണ് എടുക്കേണ്ടത്. ചോദ്യരൂപത്തിൽ വന്നതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്, ഈസ് നോക്കിംഗ് എന്ന് കിടക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഹു ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ബൈ ഹും എഴുതും. ബൈ ഹും. ഇനി ഓക്സിലറി വെർബാണ് എഴുതുക. ഇവിടെയൊക്കെ എന്താ? ബൈ ഹും കഴിഞ്ഞിട്ട് ഇത് ഡോർ വന്നു, സബ്ജക്റ്റ് വന്നു. ഇവിടെ ബൈ ഹും കഴിഞ്ഞിട്ട് ഇത് ഡോർ എന്ന സബ്ജക്റ്റ് വന്നു. അപ്പോൾ അതൊന്നും ആൻസർ ആവത്തില്ല. ഇവിടെ നോക്കിയപ്പോൾ ഹാസ് വന്നു. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ വെട്ടിക്കളയാം. ഹാസ് വന്നു. ഹാസ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഈസ് വന്നാൽ ഇവിടെയും ഈസ് തന്നെ വരേണ്ടുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഈസാമാർ ആ കാറ്റഗറിയിലേ വരുത്തുള്ളൂ. ടെൻസിന് മാറ്റം വരത്തില്ല. പ്രസന്റ് ആണ് പ്രസന്റ്, പാസ്റ്റ് ആണ് പാസ്റ്റ്, ഫ്യൂച്ചർ ആണ് ഫ്യൂച്ചർ. ടെൻസിന് മാറ്റമില്ല. അപ്പോൾ ഒരിക്കലും ടെൻസ് മാറില്ല, ഹാസ് വരില്ല. ആ അറിവ് മതി, വേറെ ഒന്നും വേണ്ട. ബൈ ഹുമ്മിൽ തുടങ്ങും, ശേഷം ഓക്സിലറി വെർബിന് ശേഷം സബ്ജക്റ്റ് വരാറുള്ളൂ എന്ന ഒരറിവ് മാത്രം മതി ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ട് പോകാം. ബൈ ഹും കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം സബ്ജക്റ്റ് വന്നു, ഇവിടെ ഹാസ് എന്ന മറ്റൊരു ഓക്സിലറി വെർബ് വന്നു, ടെൻസ് മാറി, അതുകൊണ്ട് അതും വരത്തില്ല. ഇതാണ് കറക്റ്റ്. ഇനി നമുക്ക് കറക്റ്റ് ഫോർമാറ്റ് വെച്ച് ആൻസറിലോട്ട് പോകാം. ബൈ ഹും, ഓക്സിലറി വെർബ് ഈസ്, ഇനി ഒബ്ജക്റ്റ് ഏതാ? ദ ഡോർ. ഓക്കെ, ഇനി V3 ഫോം എഴുതുന്നതിന് മുമ്പ് കണ്ടിന്യൂസ് ആണ്, ING വന്നതുകൊണ്ട് ING വരുമ്പോൾ എന്ത് എഴുതുക? V3ക്ക് മുമ്പ് ഒരു ബീയിങ് കൂടെ കൊടുക്കുക. പിന്നെ വെർബിന്റെ V3 ഫോം എഴുതി, ബാലൻസ് ഉള്ളതുകൊണ്ട് അതുകൂടെ എഴുതി. അപ്പോൾ ബൈ ഹൂം ഈസ് ദ ഡോർ ബീങ് നോക്ക്ഡ് അറ്റ്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഹൂവിൽ തുടങ്ങുന്ന ക്വസ്റ്റിനെ പാസീവിലോട്ട് മാറ്റാൻ ഈ ഫോർമാറ്റ് അപ്ലൈ ചെയ്യുക. ബൈ ഹൂം പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് V3. അപ്പോൾ ഇവിടെ ING ഫോം കിടപ്പുണ്ടെങ്കിൽ V3ക്ക് മുമ്പ് ബീയിങ് ഇടുക. ഇവിടെ ഹാസോ, ഹാവോ, ഹാഡോ പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ ഒബ്ജക്റ്റിന് മുമ്പ് നിങ്ങൾ ബീൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഓക്സിലറി വെർബിന്റെ ഭാഗത്ത് സിമ്പിൾ പ്രസന്റ് ഒക്കെ ആണെങ്കിൽ ഈസാമാർ ഇടുക. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് വേറെ എഴുതുക. ഇനി മോഡൽ ഓക്സിലറി വെർബുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, വില്ല്, ഷാള്, ക്യാന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒബ്ജക്റ്റിന് ശേഷം ഒരു ബി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. വില്ലും ഷാളും ഒക്കെ വന്നാൽ ഇവിടെ ഒരു ബി കൂടി ഇട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനത്തുള്ള ക്വസ്റ്റിനൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഫുള്ള് നോക്കാതെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് ആൻസറിലോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിനകത്തോട്ട് നമുക്ക് പോകാം. ചൂസ് ദ കറക്റ്റ് ഫ്രേസർ വെർബ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. The firemen were able to dash the fire before it spread. Option A, put up. Option B, put out.
ഓപ്ഷൻ ബി പുട്ട് ഓൺ, ഓപ്ഷൻ ഡി പുട്ട് ഡൗൺ. ഏതാണ് ആൻസർ? ഇവിടെ പുട്ട് ഔട്ട് ആണ് ആൻസർ. ഫ്രേസൽ വെർബ് ആണ്. ഫ്രേസൽ വെർബിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഈ പുട്ടിന്റെ ഫ്രേസൽ വെർബ് തന്നെയാണ്. ഇവിടെ പുട്ട് ഏത് പുട്ട് എഴുതും? The firemen were able to dash the fire before it spread. സ്പ്രെഡ് ആവുന്നതിന് മുമ്പ് തീ കെടുത്തി എന്നാണ്. തീ കെടുത്തുക, എക്സ്റ്റിങ്ക്വിഷ്, കെടുത്തുക എന്നുള്ള അർത്ഥം വരുന്നത് ഏതാ? പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്. പുട്ട് ഔട്ട് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് എക്സ്റ്റിങ്ക്വിഷ്, കെടുത്തുക. ഫയർമാന്മാർ തീ കെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെ നിരവധി ടൈം ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളതാണ്. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ് ആണ്. പുട്ട് അപ്പ് എന്താ? ബിൽഡ്. പുട്ട് അപ്പ്, ബിൽഡ്, അല്ലെങ്കിൽ സ്റ്റേ, അല്ലെങ്കിൽ റേസ്. ബിൽഡ്, സ്റ്റേ, റേസ് എന്നൊക്കെയാണ് പുട്ട് അപ്പിന്റെ മീനിങ്. പുട്ട് ഓൺ എന്താ? ടു വെയർ. ടു വെയർ, ധരിക്കുക എന്നാണ് പുട്ട് അപ്പ് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ്. പുട്ട് ഡൗൺ എന്താണ്? പുട്ട് ഡൗൺ, അടിച്ചമർത്തുക, സപ്രസ്, അല്ലെങ്കിൽ എഴുതിയെടുക്കുക. റൈറ്റ് ഡൗൺ എന്ന മീനിങ് ഉണ്ട് കേട്ടോ. പുട്ട് ഡൗൺ, സപ്രസ്, അടിച്ചമർത്തുക, സപ്രസ്, അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ എന്നൊക്കെ മീനിങ് ഉണ്ട്. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഇവിടെ ഒരു ഡൗട്ട് കൂടെ വരും. പുട്ട് ഔട്ടും പുട്ട് ഓഫും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകാറുണ്ട് കുട്ടികൾക്ക്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ ആണ് കേട്ടോ. പോസ്റ്റ്പോൺ ആണ്. ഇപ്പൊ പുട്ട് ഓഫ് എഴുതേണ്ട ഭാഗത്ത് പുട്ട് ഔട്ടും, പുട്ട് ഔട്ട് എഴുതേണ്ട ഭാഗത്ത് പുട്ട് ഓഫും കുട്ടികൾ എഴുതി തെറ്റിച്ചേർന്നിട്ടുണ്ട്. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ ആണ്, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ് ആണ്. എങ്ങനെയാണ് ചെയ്യാം? പുട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടല്ല കഴിക്കത്തുള്ളൂ. അപ്പൊ പുട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടേ കഴിക്കാറുള്ളൂ. അപ്പൊ പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ. അടുത്ത ക്വസ്റ്റ്യൻ അതോടെ നമുക്ക് പോവാം. ഇഫ് ഐ ഹാഡ് £1,000,000, dash. Option A, I had bought an estate. Option B, I will buy an estate. Option C, I would buy an estate. Option D, I would have bought an estate. ഇവിടെ നമ്മൾ ഏത് ആൻസർ എഴുതും? ഇഫ് ഐ ഹാഡ് £1,000,000, dash. ഇവിടെ ആൻസർ ഐ വുഡ് ബൈ ആൻ എസ്റ്റേറ്റ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ ഐ വുഡ് ബൈ ആൻ എസ്റ്റേറ്റ് എന്ന ആൻസർ എഴുതി? പലരുടെയും മനസ്സിലോട്ട് ഓടി വന്നത് ഐ വുഡ് ഹാവ് ബോട്ട് ആൻ എസ്റ്റേറ്റ് ആയിരിക്കാം. അത് നമ്മുടെ തേർഡ് റൂളാണ്. ഇവിടെ നമ്മുടെ തേർഡ് റൂൾ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇഫ് ഉണ്ട്, ഇഫിന് ശേഷം ഹാഡ് ഉണ്ട്, ഹാഡിന് ശേഷം V3 ഇല്ല. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ്, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ് വുഡ് ഹാവ് പ്ലസ് V3 നമ്മൾ എഴുതുക. ഇവിടെ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണോ വന്നിരിക്കുന്നത്? അല്ല. ഇവിടെ ഹാഡ് മെയിൻ വെർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സെന്റൻസിൽ ഹാഡ് മെയിൻ വെർബായിട്ട് വന്നാൽ എങ്ങനെ ഹാഡ് മെയിൻ വെർബായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ സെന്റൻസിൽ ഹാസോ, ഹാവോ, ഹാഡോ ഒക്കെ വന്നിട്ട് അതിനുശേഷം മറ്റൊരു വെർബ് വന്നിട്ടില്ലെങ്കിൽ, മറ്റൊരു വെർബ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ സെന്റൻസുകളിലൊക്കെ ഹാസ് ആയാലും ഹാവ് ആയാലും ഹാഡ് ആയാലും മെയിൻ വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്, ആ സെന്റൻസിൽ ഹാഡിന് ശേഷം പ്ലേഡ് എന്ന ഒരു വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെന്റൻസിൽ ഹാഡ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഓക്സിലറി വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിൽ ഹാഡിന് ശേഷം പ്ലേഡ് എന്ന വെർബ് ഉണ്ട്. ഒരു വെർബ് ഉള്ളപ്പോൾ ആ ഹാഡ് അവിടെ എന്താണ്? ഓക്സിലറി വെർബാണ്. പക്ഷെ ഇവിടെ എന്താ? ഹാഡിന് ശേഷം വേറെ വെർബുകളൊന്നും വന്നിട്ടില്ല. ഈറ്റ്, ഡ്രിങ്ക്, വോക്ക്, പ്ലേ, റൈറ്റ്, റീഡ്, എഴുതുക, കുടിക്കുക, പഠിക്കുക, ഇങ്ങനെയുള്ള ഒരു വെർബ് വന്നിട്ടുണ്ടോ? ഇല്ല. ഹാഡിന് ശേഷം £1,000,000 എന്നാണ്, അതൊരു നൗൺ ആണ്, ഒരു വെർബ് വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സെന്റൻസിൽ ഹാഡിന് ശേഷം മറ്റൊരു വെർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കും ഈ സെന്റൻസിൽ ഹാഡ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുക. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സെന്റൻസിൽ ഹാഡ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ മീൻസ് ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 ഇല്ലെങ്കിൽ, ഹാഡ് പ്ലസ് V3 ഇല്ലെങ്കിൽ നിങ്ങൾ എന്തുപയോഗിക്കണം? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അപ്പൊ നോക്കുക, ഹാഡ് മെയിൻ വെർബായി ഉപയോഗിച്ചാൽ മീൻസ് ഹാഡ് പ്ലസ് V3 ഇല്ലെങ്കിൽ
പാസ്റ്റ് ടെൻസ് എഴുതുക. മീൻസ് വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇവിടെ എന്തെഴുതി? ഐ വുഡ് ബൈ ആൻ എസ്റ്റേറ്റ് എന്ന് എഴുതി. ഇതേപോലെ തന്നെ ഹാസും ഹാവും ഇവയാണ് മെയിൻ വെർബായിട്ട് വരുന്നതെങ്കിൽ, ഹാസ് അഥവാ ഹാവാണ് മെയിൻ വെർബായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിച്ചോളൂ? പ്രസന്റ് ടെൻസും ഉപയോഗിച്ചോളൂ. പ്രസന്റ് ടെൻസ് ആകുമ്പോൾ വില്ലോ ഷാളോ ക്യാനോ മേയോ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. അപ്പോൾ നോക്കേ, ഇഫിന് ശേഷം ഹാർഡ് വന്നു, ഹാർഡിന് ശേഷം V3 വന്നിട്ടില്ല, ഹാർഡിന് ശേഷം ഒരു V3 വരുമ്പോഴേ നമുക്ക് എന്താ തേർഡ് റൂൾ എഴുതാൻ പറ്റൂ. ഇവിടെയൊക്കെ ഹാർഡിന് ശേഷം മറ്റ് വെർബുകളൊന്നും വരാത്തത് കൊണ്ട് ഇവിടെയൊക്കെ ഹാർഡ് മെയിൻ വെർബാണ്. അങ്ങനെ ഹാസും ഹാവും ഹാർഡും ഒക്കെ മെയിൻ വെർബായിട്ട് വരുമ്പോൾ ഹാർഡ് മെയിൻ വെർബായിട്ട് വന്നാൽ ഹാർഡ് പ്ലസ് V3 ഇല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് എഴുതുക. ഹാസ് അഥവാ ഹാവ് മെയിൻ വെർബായിട്ട് വന്നാൽ അവിടെ എന്തു എഴുതുക? പ്രസന്റ് ടെൻസും എഴുതുക. ഓക്കെ, there is dash money in the purse, it is empty. Option little, option B a little, option C few, option D a few. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കാം? ഇവിടെ ആൻസർ ലിറ്റിൽ ആണ്. എന്തുകൊണ്ട് നമ്മൾ ലിറ്റിൽ എന്ന ആൻസർ ചൂസ് ചെയ്തു? there is dash money in the purse, it is empty എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? മണി കണ്ടു. ഈ മണി എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണോ അൺകൗണ്ടബിൾ നൗൺ ആണോ? ഏത് നൗൺ ആണ്? മണി എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആകുന്നു. മണി ഒരു അൺകൗണ്ടബിൾ നൗൺ ആണെന്ന് പറയുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് കാണും, മണി നമ്മൾ എണ്ണി എടുക്കുന്നതല്ലേ, അപ്പോൾ മണി എന്ന് പറയുമ്പോൾ മണി കൗണ്ട് ചെയ്യുന്നതാണല്ലോ എന്നൊരു ഡൗട്ട് വരാം. പക്ഷെ മണി ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ വാല്യൂ ആണ്, മൂല്യമാണ്. നമ്മൾ ഈ കൗണ്ട് ചെയ്യുന്നത് വാല്യൂ ആണ്, മണിയുടെ മൂല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ മണി എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ ഒരു അൺകൗണ്ടബിൾ നൗണിൻ്റെ മുൻപിൽ ഉപയോഗിക്കുന്നത് ഇവയിൽ ഏതാണ്? ലിറ്റിലാണ്. അൺകൗണ്ടബിൾ നൗണിൻ്റെ മുൻപിൽ രണ്ടും ഉപയോഗിക്കാം, ലിറ്റിലും ഉപയോഗിക്കാം, എ ലിറ്റിലും ഉപയോഗിക്കാം. അൺകൗണ്ടബിൾ നൗണിൻ്റെ മുമ്പിൽ ലിറ്റിലും ഉപയോഗിക്കാം, എ ലിറ്റിലും ഉപയോഗിക്കാം. പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. ലിറ്റിൽ എന്ന് പറയുമ്പോൾ എന്താ? ഒന്നുമില്ല എന്നാണ്. എ ലിറ്റിൽ എന്ന് പറയുമ്പോൾ എന്താകുന്നു? സം, കുറച്ചുണ്ട് എന്നാണ്. അതും തോന്നും, നമ്മൾ പറയുന്ന ഫ്ലോയിൽ ലിറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പലരും അങ്ങനെ പഠിച്ചു വെച്ചേക്കാം. ഇവിടെ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോ എന്നാണ്, ഒന്നുമില്ല എന്നാണ്. എ ലിറ്റിൽ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവാണ്, കുറച്ചുണ്ട് എന്നാണ്. ഈ ലിറ്റിലിൻ്റെയും എ ലിറ്റിലിൻ്റെയും ശേഷം, അതായത് അൺകൗണ്ടബിൾ നൗണിൻ്റെ മുൻപിൽ നമുക്ക് ലിറ്റിലും എ ലിറ്റിലും ഉപയോഗിക്കാം. ലിറ്റിൽ അഥവാ എ ലിറ്റിൽ പ്ലസ് അൺകൗണ്ടബിൾ നൗൺ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? ലിറ്റിൽ ഉപയോഗിക്കുമോ അതോ എ ലിറ്റിൽ ഉപയോഗിക്കുമോ? ഇവിടെ ഡാഷ് മണി എന്ന് കിടപ്പുണ്ട്. മണി എന്ന് പറയുമ്പോൾ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിന് മുമ്പിൽ ലിറ്റിൽ അഥവാ എ ലിറ്റിൽ ഉപയോഗിക്കും. ഇത് രണ്ടും ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഏത് എഴുതും? there is dash money in the purse, it is empty. ഒന്നുമില്ല എന്നാണ്. അപ്പൊ ഇല്ല എന്നുള്ള ഒരു മീനിങ് വരണം. ഇല്ല എന്നുള്ള മീനിങ് വരുന്നത് ഇവിടെ ഏതാണ്? ലിറ്റിലാണ്. there is little money in the purse, it is empty എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ചുണ്ട് എന്നായിരുന്നെങ്കിൽ നമുക്ക് എ ലിറ്റിൽ ഉപയോഗിക്കാം. പിന്നെ ഫ്യൂം എ ഫ്യൂ എവിടെ ഉപയോഗിക്കുന്നത്? ഫ്യൂ മീൻസും നോ എന്നാണ്, ഒന്നുമില്ല എന്നാണ്. എ ഫ്യൂ മീൻസ് എന്താണ്? കുറച്ച് ഉണ്ട് എന്നാണ്, സം എന്നാണ്. ഫ്യൂ അഥവാ എ ഫ്യൂ പ്ലസ് കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗണിന്റെ മുൻപിലാണ് ഫ്യൂം എ ഫ്യൂവും ഉപയോഗിക്കുക. കൗണ്ടബിൾ നൗണിന്റെ മുൻപിലാണ് ഫ്യൂം എ ഫ്യൂ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഈ ഭാഗത്താണ് ഡാഷ് വന്നത്. അപ്പം ലിറ്റിൽ അഥവാ എ ലിറ്റിൽ അഥവാ ഫ്യൂ അഥവാ എ ഫ്യൂ ഒക്കെയാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വെർബിന്റെ ഭാഗത്ത് ഡാഷ് തരാറുണ്ട്. ഇപ്പൊ ലിറ്റിൽ അഥവാ എ ലിറ്റിൽ പ്ലസ് അൺകൗണ്ടബിൾ നൗണും തന്നിട്ട് അതിനുശേഷം എന്താ വെർബ് എഴുതേണ്ട ഭാഗത്ത് ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെ വന്നാൽ അൺകൗണ്ടബിൾ നൗണിന് ശേഷം എല്ലായ്പ്പോഴും സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ എന്താ എഴുതാവൂ? സിംഗുലർ വെർബേ എഴുതാവൂ. കൗണ്ടബിൾ നൗണിന് ശേഷം എപ്പോഴും എന്തായിരിക്കും ഉപയോഗിക്കുക? പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ഡാഷ് വന്നാൽ നിങ്ങൾ എന്തും എഴുതുക? പ്ലൂറൽ വെർബ് എഴുതുക. അപ്പൊ ലിറ്റിൽ അഥവാ എ ലിറ്റിൽ പ്ലസ്
അൺകൗണ്ടബിൾ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഫ്യൂ അഥവാ എ ഫ്യൂ പ്ലസ് കൗണ്ടബിൾ നൗൺ പ്ലസ് പ്ലൂറൽ വെർബ്. ഇവിടെ ഈ ഭാഗത്ത് ഡാഷ് വന്നു. ഇവിടെ മണി അതിന്റെ മൂല്യമാണ് മണിയുടെ എണ്ണുന്നത്. മണി ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനു മുൻപിൽ ലിറ്റിൽ ഉപയോഗിച്ചു. എന്തുകൊണ്ട് ലിറ്റിൽ ഉപയോഗിച്ചു? രണ്ടും ഉപയോഗിക്കാം. എം ടി ആണ്, ഒന്നും ഇല്ലെന്നാണ്, നെഗറ്റീവ് മീനിങ് ആണ്, അതുകൊണ്ട് നോ എഴുതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻസ്. ഓപ്ഷൻ എ ഡസ്, ഓപ്ഷൻ ബി ഡിഡ്, ഓപ്ഷൻ സി ഈസ്, ഓപ്ഷൻ ഡി ഹാവ്. ഇത് നമ്മൾ ഏത് ആൻസർ ആയിരിക്കും ചൂസ് ചെയ്യുക? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡസ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ചോദ്യ രൂപത്തിൽ നൽകിയത് കൊണ്ടാണ് നമ്മൾ ഓക്സിലറി വെർബിനെ എടുത്ത് ആദ്യം എഴുതിയത്. അപ്പൊ ഇവിടെ ആൻസർ ഡസ് ആണ്. എന്തുകൊണ്ടാണ്? ഡസ് റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻസ്. ഇതിനെ സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റിയാൽ എന്താ? റാഷ് ഡ്രൈവിംഗ് കോസസ് മെനി ആക്സിഡൻസ് എന്നാണ്. റാഷ് ഡ്രൈവിംഗ് അനേകം ആക്സിഡൻസിന് കാരണമാകുന്നു. റാഷ് ഡ്രൈവിംഗ് അനേകം ആക്സിഡൻസിന് കാരണമാകുന്നു. അതൊരു ജനറൽ ഫാക്റ്റ് ആണ്, അല്ലയോ? ഓക്കെ, അതൊരു പൊതു സത്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ജനറൽ ട്രൂത്തുകളൊക്കെ പറയാൻ, ജനറൽ ഫാക്റ്റുകളൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാ? ഡസും ഡൂവുമാണ്. ഇവിടെ എന്തേ ഉള്ളൂ? ഡസും ഡൂവുമാണ്. അപ്പൊ ഇവിടെ ഏതാ? ഡസ് മാത്രമേ കിടപ്പുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഡസ് റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻസ് എന്ന് എഴുതാം. ഇനി കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരട്ടെ. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? റാഷ് ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. കോസ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വെർബുമാണ്. അപ്പൊ റാഷ് ഡ്രൈവിംഗ് ആണ് സബ്ജക്റ്റ്, കോസ് എന്ന് പറയുന്നത് വെർബാണ്. ഇവിടെ ഓപ്ഷൻ ഡിയിൽ യഥാർത്ഥത്തിൽ പ്രീവിയസ് ക്വസ്റ്റിനിൽ കിടന്ന 6 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിന്റെ ഓപ്ഷൻ ഡി ആണ്. പ്രിന്റ് ചെയ്ത കുട്ടി മീൻസ് പി പി ടി തയ്യാറാക്കിയവർ മാറിപ്പോയതാണ്. ഇവിടെ ഹാവ് എന്ന് എഴുതിയത്. 6 ആണ് ഇവിടുത്തെ ആൻസർ, അല്ല ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് നോക്കുക. ഇനി ഹാവ് ആയാലും അതല്ല ആൻസർ. ഇവിടെ നോക്കുക, കോസ് ആണ് ഇവിടുത്തെ വെർബ്, റാഷ് ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ കോസ് എന്ന വെർബ് ബേസ് ഫോം ഓഫ് ദ വെർബാണ്. അപ്പൊ നമ്മൾ അവിടെ ഈസും ആറും ഒന്നും എഴുതേണ്ട കാര്യമില്ല. കോസിങ് ING ഫോം കിടന്നെങ്കിലേ നമുക്ക് ഈസും ആറും ഒക്കെ എഴുതാൻ പറ്റും. അപ്പൊ അതൊന്നും വരത്തില്ല. ഡിഡ് എഴുതണമെങ്കിൽ ഇത് പാസ്റ്റ് ആയിരിക്കണം. ഇത് പാസ്റ്റ് ആക്ഷൻ ആണെന്നുള്ള രീതിയിൽ ഒന്നും ക്വസ്റ്റിന് കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇതൊരു പൊതു സത്യമാണ്. റാഷ് ഡ്രൈവിംഗ് അനേകം ആക്സിഡൻസിന് കാരണമാകുന്നു, ഇടയാക്കുന്നു. അതൊരു പൊതു സത്യമാണ്. പൊതു വസ്തുതകളൊക്കെ സൂചിപ്പിക്കുവാൻ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് സഹായക്രിയ ഡസും ഡൂവുമാണ്. ഇവിടെ ഏതാ വന്നിട്ടുള്ളത്? ഡസ് ആണ് ഓപ്ഷനിൽ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഓപ്ഷനെ ഡസ് എഴുതി. ഡസ് റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻസ്. ഇതിനെ സ്റ്റേറ്റ്മെന്റിലോട്ട് ആക്കിയാൽ റാഷ് ഡ്രൈവിംഗ് കോസസ്, ഡസ് പ്ലസ് കോസ് കോസസ്, കോസസ് മെനി ആക്സിഡൻസ് എന്ന് സിമ്പിൾ പ്രസന്റിൽ കിട്ടും. ഓക്കെ, 20% of the students dash completed the assignment on time. Has, was, is, have. ഇപ്പൊ ചോദിച്ച ഫയറൂമന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നമ്മൾ ഹാവ് എന്ന ആൻസർ ചൂസ് ചെയ്തു? ഇവിടെ 20% ഓഫ് എന്ന് വന്നു. 20% ഓഫ്, 2/3 ഓഫ്, 1/3 ഓഫ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം കിടക്കുന്ന നൗൺ അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നോക്കിയാണ് വെർബ് എഴുതുക. ഇവിടെ 20% ഓഫ് വന്നു. 20% ഓഫിന് ശേഷം കിടക്കുന്ന നൗൺസ് ദ സ്റ്റുഡൻസ് ആണ്. ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആ നൗൺ അവിടെ എന്താകുന്നു? ആ നൗണ് കൗണ്ടബിൾ ആകുന്നു. അപ്പൊ 20% ഓഫിന് ശേഷം കിടക്കുന്ന നൗണ് കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺ ആകുമ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബ് എഴുതാം. അൺകൗണ്ടബിൾ നൗൺ ആയിരുന്നെങ്കിൽ സിംഗുലർ വെർബ് എഴുതാമായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ ഏതാ കിടക്കുന്നത്? കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് ഹാവ് എഴുതി. 20% ഓഫിന് ശേഷം വരുന്ന നൗണ് നോക്കിയിട്ട് കൗണ്ടബിൾ അൺകൗണ്ടബിൾ നോക്കി വെർബ് എഴുതുക. 20% ഓഫിന് ശേഷം വന്നിരിക്കുന്നത് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. ശേഷം പ്ലൂറൽ വെർബായിട്ടുള്ള ഹാവ് യൂസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ വന്നാൽ 20% ഓഫ്
fraction of 1/3 of 2/3 of 20% of fraction of 1/3 of 2/3 of ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം കിടക്കുന്ന നൗണ് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിനുശേഷം നമുക്ക് സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. ഇവയ്ക്ക് ശേഷം കിടക്കുന്ന നൗണ് കൗണ്ടബിൾ ആണെങ്കിൽ അതിനുശേഷം നമുക്ക് പ്ലൂറൽ വെർബും യൂസ് ചെയ്യാം. അപ്പൊ 20% ഓഫ്, ഫ്രാക്ഷൻ ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ് ഇവയ്ക്കൊക്കെ ശേഷം വരുന്ന നൗണ് നോക്കിയിട്ട് അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബും കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബും യൂസ് ചെയ്യുക. അടുത്തത് വിച്ച് സെന്റൻസ് കറക്റ്റ്ലി യൂസസ് എ possessive pronoun? This book is mine. The cat licks its tail. Hers is a beautiful painting. Both A and C. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് സി ആണ്. എന്തുകൊണ്ട്? നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് പൊസസീവ് പ്രോനൗൺ എന്ന്. ഉടമസ്ഥതയെ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഓണർഷിപ്പ് കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോനൗണിനെയാണ് പൊസസീവ് പ്രോനൗൺ എന്ന് വിളിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഈ പൊസസീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ? മൈൻ, യുവേഴ്സ്, അവേഴ്സ്, ഇറ്റ്സ്, ഹേഴ്സ്, ഹിസ്, ദയേഴ്സ് ഇവയൊക്കെയാണ് പൊസസീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. മൈൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ, അതായത് പ്രോനൗണിൻ്റെ ഒക്കെ കൂടെ എന്താണ് യെസ് കൊടുക്കുമ്പോൾ എന്തായിട്ട് കിട്ടും? അതൊരു പൊസസീവ് പ്രോനൗൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പം മൈന്, യുവേഴ്സ്, അവേഴ്സ്, ഇറ്റ്സ്, ഹേഴ്സ്, ഹിസ്, ദയേഴ്സ് ഇവയൊക്കെ എന്താണ് പൊസസീവ് പ്രോനൗൺസിന് ഉദാഹരണമാണ്. അപ്പൊ ഇതേപോലെ ഏത് സെന്റൻസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെന്റൻസിലാണ് ഒരു പൊസസീവ് പ്രൊനൗൺ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ബുക്ക് ഈസ് മൈൻ, എൻ്റേതാണ്. ഓക്കെ, എൻ്റേത്, നിൻ്റേത്, അവൻ്റേത് അങ്ങനെ ഓണർഷിപ്പ് കാണിക്കാനാണ് പൊസസീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹേഴ്സ് ഈസ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും എന്താണ് ഹേഴ്സ് വന്നു, മൈൻ വന്നു. അപ്പോൾ ഇതേപോലെ പൊസസീവ് പ്രോനൗൺ യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലുമാണ്. സോ നമ്മുടെ ആൻസർ ബോത്ത് എ ആൻഡ് സി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ. കൺവേർട്ട് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. മൈ മദർ പ്രിപ്പയർഡ് എ ഡിലീഷ്യസ് മീൽ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഡിലീഷ്യസ് മീൽ ഈസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. ഓപ്ഷൻ ബി എ ഡിലീഷ്യസ് മീൽ വാസ് prepared by my mother. Option C, my mother was preparing a delicious meal. Option C, my mother prepares a delicious meal. But answer a delicious meal was prepared by my mother എന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ട്? ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കുന്നത് എന്താണ്? ഇത് ഏത് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്, ഏതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇവിടെ മൈ മദർ എന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, പ്രിപ്പയർഡ് എന്ന ഒരു വെർബിന്റെ V2 ഫോം ഉണ്ട്, എ ഡിലീഷ്യസ് മീൽ എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോർമാറ്റിലാണ് ഈ സെന്റൻസ് കിടക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആകുന്നു? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുന്നു. നമുക്ക് തന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസ് ആകുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസ് ഫോർമാറ്റ് ഇതാകുന്നു. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസ് ഫോർമാറ്റ്. അപ്പോൾ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ഫോർമാറ്റ് എന്തായിരിക്കാം? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ഫോർമാറ്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ ആക്റ്റീവ് വോയിസ് ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്.
പാസീവ് വോയിസ് ഫോർമാറ്റ് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ ഒബ്ജക്റ്റ് എടുത്ത് എഴുതാം. എ ഡിലീഷ്യസ് മീൽ, അത്രയുമാണ് ഒബ്ജക്റ്റ്, എ ഡിലീഷ്യസ് മീൽ. ഇനി വാസ് അഥവാ വെയർ എഴുതണം. ഇവിടെ എ ഡിലീഷ്യസ് മീൽ എന്ന ഒബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ് എഴുതി. ഇനി വെർബിന്റെ V3 ഫോം എഴുതുക. പ്രിപ്പേർഡ് തന്നെയാണ് V3, പ്രിപ്പേർഡ്. ഇനി ബൈ പ്ലസ് ഏജന്റ് എഴുതുക, ബൈ മൈ മദർ. ഓക്കെ, അപ്പൊ എ ഡിലീഷ്യസ് മീൽ വാസ് പ്രിപ്പേർഡ് ബൈ മൈ മദർ. ഓക്കെ ആണ്. പിന്നെ ഒരു കാര്യം നോക്കുക, നമുക്ക് ഇതിനെ പാസീവിലോട്ട് മാറ്റാനായിട്ട് ഈ ഫോർമാറ്റുകളൊന്നും അറിയത്തില്ലെങ്കിലും കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഓപ്ഷൻ ഉള്ള എക്സാം ആയതുകൊണ്ട് ഓപ്ഷനെ വെട്ടിക്കളഞ്ഞ് നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റും? ആൻസറിലോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ ഓർത്താൽ മതി, ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്താൽ മതി. ആക്റ്റീവിൽ നിന്നും പാസീവിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം ഇല്ല, ടെൻസിന് മാറ്റമില്ല. ആക്റ്റീവിൽ നിന്നും പാസീവിലോട്ട് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റം ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആക്റ്റീവ് വോയിസ് പ്രസന്റ് ആണെങ്കിൽ പാസീവ് വോയിസും പ്രസന്റ് ആയിരിക്കും. ആക്റ്റീവ് വോയിസ് പാസ്റ്റ് ആണെങ്കിൽ പാസീവ് വോയിസും പാസ്റ്റ് ആയിരിക്കും. ആക്റ്റീവ് വോയിസ് ഫ്യൂച്ചർ ആണെങ്കിൽ പാസീവ് വോയിസും ഫ്യൂച്ചർ ആയിരിക്കും. അപ്പൊ ടെൻസിന് മാറ്റം ഇല്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ അറിയാം? ING ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും ആക്റ്റീവ് വോയിസിൽ കിടക്കുന്നത്. അങ്ങനെ ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസീവ് വോയിസിൽ നിങ്ങൾ എന്തെഴുതണം? BEING, ബീയിങ് എഴുതണം. ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ബീയിങ് എഴുതണം. ഇനി ആക്റ്റീവ് വോയിസ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസീവ് വോയിസിൽ എന്തെഴുതും? ബീൻ എഴുതുക. V3ക്ക് മുമ്പായിട്ടാണ് അത് എഴുതുക, ബീൻ എഴുതുക. ഓക്കെ, ഇപ്പൊ ടെൻസിന് മാറ്റമില്ല. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ബീയിങ് ഇടുക, പെർഫെക്റ്റ് ആണെങ്കിൽ ബീൻ എഴുതുക. പാസീവ് വോയിസിലെ വെർബ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും V3 ആയിരിക്കും. പാസീവ് വോയിസിൽ വെർബ് എഴുതുന്നത് V3 ഫോം ആയിരിക്കും. V1 അല്ലെങ്കിൽ V2 അല്ലെങ്കിൽ V3 തന്നെ ആണെങ്കിലും, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ING ആയാലും ഏത് തന്നെ ആണെങ്കിലും ആക്റ്റീവ് വോയിസ് കിടക്കുന്ന വെർബ് ഏതാണെങ്കിലും പാസീവ് വോയിസിലെ വെർബ് എന്ന് പറയുന്നത് V3 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന പാറ്റേണിൽ കിടന്നാൽ ആക്റ്റീവ് വോയിസും, പിന്നെ ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് മെയിൻ വെർബ് അങ്ങനെ കിടന്നാൽ എന്താണ്? അത് പാസീവ് വോയിസുമാണ്. ഒബ്ജക്റ്റിന് ശേഷം എപ്പോഴും പാസീവ് വോയിസ് തുടങ്ങുമ്പോൾ ഒബ്ജക്റ്റിന് ശേഷം എന്ത് കാണും? ഒരു ഓക്സിലറി വെർബ് കാണും. ആക്റ്റീവ് വോയിസിൽ ഓക്സിലറി വെർബ് ഒന്നുമില്ലെങ്കിലും പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന് ശേഷം എന്ത് കാണും? ഓക്സിലറി വെർബ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ രീതി നോക്കിയാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുവേ. ഇവിടെ മൈ മദർ പ്രിപ്പേർഡ് എ ഡിലീഷ്യസ് മീൽ എന്നാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പ്രിപ്പേർഡ് V2 ആണ്, പാസ്റ്റ് ആണ്. ടെൻസിന് മാറ്റമൊന്നും വരുത്തില്ലല്ലോ. ഇവിടെ ഈസ് വന്നു, അതുകൊണ്ട് ടെൻസ് മാറി, അത് ആൻസർ ആയിട്ട് വരത്തില്ല. ഇവിടെ വാസ് ആണ്, പക്ഷേ പ്രിപ്പയറിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ V3 ഫോം അല്ലയോ വരേണ്ടുന്നത്, അതുകൊണ്ട് അതും ആൻസർ ആവത്തില്ല. ഒബ്ജക്റ്റിന് ശേഷം ഒരു ഓക്സിലറി വെർബ് കാണണം, മാത്രമല്ല വെർബ് V3 ആണ് ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട് അതും ആൻസർ വരത്തില്ല. പിന്നെ ഏതാണ്? എ ഡിലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ എന്നുള്ള ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫോർമാറ്റ് അറിയത്തില്ലെങ്കിലും നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ച് തന്നെ പാസീവ് വോയിസ് ഓപ്ഷനെ വെട്ടിക്കളഞ്ഞ് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. 18ാമത്തെ ക്വസ്റ്റ്യൻ അതോട്ട് പോവുകയാണ്. ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. ഓപ്ഷൻ എ സ്റ്റോപ്പ്, ഓപ്ഷൻ ബി ഹാഡ് സ്റ്റോപ്പ്, ഓപ്ഷൻ സി സ്റ്റോപ്ഡ്, ഓപ്ഷൻ ഡി ഹാവ് സ്റ്റോപ്ഡ്. നമുക്ക് നോക്കാം ഇവിടെ ഏത് ആൻസർ ആയിരിക്കും നിങ്ങൾ എഴുതുക. നിങ്ങളുടെ മനസ്സിലോട്ട് വന്നത് ഓപ്ഷൻ സി ആണോ? എങ്കിൽ അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി സ്റ്റോപ്ഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ടു സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ടു സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് കുട്ടികളുടെയെങ്കിലും മൈൻഡ് അതിനകത്തോട്ടും പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതായത് ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡാഷ് വന്നാൽ, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം അങ്ങനെയൊക്കെ വന്നിട്ട് ഉടനെ തന്നെ ഡാഷ് വന്നാൽ, ഒരു സബ്ജക്റ്റ് വരാതെ ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഡാഷ് വന്നാൽ അവിടെ നമ്മൾ എന്താ എഴുതുക? 2 + V1 മീൻസ് ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന സബ്ജക്റ്റ്, ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് യു എന്നൊരു സബ്ജക്റ്റ് വന്നിട്ടാണ് ഡാഷ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഡാഷ് വന്നാൽ
അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് വെർബിന്റെ V2 ഫോം ആണ്. ഇവിടെ V2 ആയിട്ടുള്ളത് ഏതാ? സ്റ്റോപ്ഡ് ആണ്. അപ്പോൾ ആ റൂൾ നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് പഠിച്ചാലോ? ഒരു എക്സാമ്പിളൂടെ നോക്കിയാലോ? നോക്കാം. ഇതാണ് ആ റൂള്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇറ്റ് ഈസ് റൈറ്റ് ടൈം, ഇറ്റ് ഈസ് പീക്ക് ടൈം. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇറ്റ് ഈസ് റൈറ്റ് ടൈം, ഇറ്റ് ഈസ് പീക്ക് ടൈം. ഇവയൊക്കെ വന്നിട്ട് അതിനുശേഷം ഒരു ഡാഷിങ് വന്നാൽ, അവിടെ നമുക്ക് ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം. മീൻസ് 2+V1 യൂസ് ചെയ്യാം, 2+ ബേസ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യാം. എന്നാൽ ഇവയ്ക്കൊക്കെ ശേഷം ഒരു സബ്ജക്റ്റ് വന്നിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ, അവിടെ V2 ഫോം എഴുതാം. ഇവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ടല്ലേ ഡാഷ് വന്നത്, അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്ഡ് എന്ന V2 ഫോം എഴുതി. പക്ഷേ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം ഒക്കെ വന്നിട്ട് ഉടനെ ഡാഷ് വന്നാൽ 2+V1 ആണ് ഉപയോഗിക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കേ, ഇറ്റ് ഈസ് ഹൈ ടൈം ഡാഷ് എ ജോബ്. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് ഉടനെ ഡാഷ് വന്നില്ലേ, അവിടെ നമുക്ക് എന്ത് എഴുതാം? 2+ ബേസ് ഫോം ഓഫ് ദ വെർബ് എഴുതാം, ടു ഇൻഫിനിറ്റീവ് എഴുതാം, ടു ഗെറ്റ് എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് അമിക്കബിൾ. എന്താണ് അമിക്കബിൾ എന്ന വേർഡിന്റെ സിനോണിം? ക്രൂവൽ ആണോ, ലാർജ് ആണോ, ഫ്രണ്ട്ലി ആണോ, സിമ്പിൾ ആണോ? ഏതാണ്? ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഓക്കെ, അമിക്കബിൾ എന്ന വേർഡിന്റെ സിനോണിം ഫ്രണ്ട്ലി ആണ്. അമിക്കബിൾ, ഫ്രണ്ട്ലി, അമിക്കബിൾ, ഫ്രണ്ട്ലി. കുറച്ച് സിനോണിംസ് നമുക്ക് പഠിച്ചു പോകാം. നോക്കുക, അഡ്യൂസ്. അഡ്യൂസ് എന്ന വേർഡിന്റെ സിനോണിം എന്താണ്? സിനോണിം എന്ന് പറയുമ്പോൾ എന്താകുന്നു? അത് പര്യായ പദമാകുന്നു. മീൻസ് അതേ മീനിങ് ഉള്ള പദമാണ്. അതിൻ്റെ മീനിങ് പര്യായ പദമാണ്. ഇപ്പോൾ ഒരു വേർഡ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അനേകം മീനിങ്ങുകൾ നിങ്ങൾക്ക് കിട്ടാം. താഴോട്ട് ഒരുപാട് കിടപ്പുണ്ട്. നമ്മൾ ക്ലാസ്സിൽ തരുന്നതെന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സിനോണിംസ് മാത്രമാണ്. ഈ വേർഡ് ചോദിച്ചപ്പോൾ PSC അവിടെ ആൻസർ ആയിട്ട് കൊടുത്തത് ഇന്നതാണ്, അതാണ് സെലക്ട് ചെയ്ത് തരുന്നത്. ഒരുപാട് സിനോണിംസ് ഉള്ളതിൽ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ഒരു 10 എണ്ണമാണ്. അഡ്യൂസ് എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? പ്രൂവ് ആണ്, പ്രൂവ് ചെയ്യുക എന്നാണ്. അഡ്യൂസ് പ്രൂവ് ആണ്. ആക്രിമണി. എന്താണ് ആക്രിമണി? ഇൽ ഫീലിംഗ് എന്നാണ് കേട്ടോ. ആക്രിമണി ഇൽ ഫീലിംഗ് ആണ്, ഇൽ ഫീലിംഗ് ആണ്. അസ്റ്റൗണ്ട്. അസ്റ്റൗണ്ട് എന്ന വേർഡിന്റെ മീനിങ് സിനോണിമ് ഷോക്ക് ആണ്. അസ്റ്റൗണ്ട് ഷോക്ക് ആണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. അഡ്യൂസ്, പ്രൂവ്, ആക്രിമണി, ഇൽ ഫീലിംഗ്, അസ്റ്റൗണ്ട്, ഷോക്ക്, സിപ്പറ്റ്, ഈവനിങ് സ്നാക്സ്, സോൾ. എന്താ? മറ്റേ ആത്മാവ് എന്നുള്ള SOUL സോൾ അല്ല, SOLE സോൾ ആണ്. തനിച്ച് ഏകമായിട്ട്, വൺ ആൻഡ് ഓൺലി ആണ് കേട്ടോ. സിപ്പറ്റ് എന്ന് പറയുമ്പോൾ ഈവനിങ് സ്നാക്സ് ആണ്, അല്ലെങ്കിൽ കുറിക്കുന്നതിനുള്ള ലഘുഭക്ഷണ വസ്തുക്കൾ എന്ന് മലയാളത്തിൽ പറയാം. സോൾ എന്ന് പറയുമ്പോൾ വൺ ആൻഡ് ഓൺലി, തനിച്ചേകമായി. റിമോസ് എന്താ? പശ്ചാത്താപം, ഖേദം എന്നൊക്കെയാണ്. റിമോസ് റിഗ്രറ്റ് ആണ്. റിമോസ് റിഗ്രറ്റ് ആണ്. അപ്പൊ അഡ്യൂസ് എന്ന വേർഡിന്റെ സിനോണിം പ്രൂവ് ആകുന്നു. ആക്രിമണി സിനോണിം ഇൽ ഫീലിംഗ്, അസ്റ്റൗണ്ട് സിനോണിം ഷോക്ക്, സിപ്പറ്റ് സിനോണിം ഈവനിങ് സ്നാക്സ്, സോൾ സിനോണിം വൺ ആൻഡ് ഓൺലി, റിമോസ് സിനോണിം റിഗ്രറ്റ്. ഇനി ബെസ്റ്റൗഡ്. എന്താണ് ബെസ്റ്റൗഡ്? പ്രസന്റ് ടു. ബെസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ ഓരോ പ്രസന്റ് മേടിച്ചു കൊടുക്കത്തില്ലയോ? അപ്പൊ ബെസ്റ്റൗഡ് പ്രസന്റ് ടു, ബെസ്റ്റൗഡ് പ്രസന്റ് ടു. സ്റ്റാർട്ടിൽ. സ്റ്റാർട്ടിൽ ഫ്രൈറ്റൻ അഥവാ സ്കെയർ ആണ് കേട്ടോ. ഫ്രൈറ്റൻ പേടിക്കുക, ഭയപ്പെടുക. അപ്പൊ സ്റ്റാർട്ടിൽ എന്താ? ഫ്രൈറ്റൻ അഥവാ സ്കെയർ ആണ്. ഫ്യൂഡ് എന്താ? വഴക്ക്. ഫ്യൂഡ് ക്വാറൽ. ഫ്യൂഡ് വഴക്കാണ്, ക്വാറലാണ്. വെറ്റ്. സ്പെല്ലിങ് നോക്കണേ. WHET വെറ്റാണ്. WHET വെറ്റ്. ഷാർപ്പൺ എന്താ? മൂർച്ച കൂട്ടുക, കൂർപ്പിക്കുക എന്നൊക്കെയാണ് വെറ്റ്, ഷാർപ്പൺ. അപ്പോൾ ഒന്നുകൂടെ അഡ്യൂസ്, പ്രൂവ്, ആക്രിമണി, ഇൽ ഫീലിംഗ്, അസ്റ്റൗണ്ട്, ഷോക്ക്, സിപ്പറ്റ്, ഈവനിങ് സ്നാക്സ്, സോൾ വൺ ആൻഡ് ഓൺലി, റിമോസ് റിഗ്രറ്റ്, ബെസ്റ്റൗട്ട് പ്രസന്റ് ടു, സ്റ്റാർട്ടിൽ ഫ്രൈറ്റൻ അഥവാ സ്കെയർ, ഫ്യൂഡ് ക്വാറൽ, വെറ്റ് ഷാർപ്പൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പോവുകയാണ്. ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ.
ടേബിൾ, ഹോൾവേ, സീലിംഗ്, കമ്പ്യൂട്ടർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹോൾവേ ആണ്. എന്തുകൊണ്ട്? ഇവിടെ കോമ്പൗണ്ട് വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ? അതായത് ആദ്യം നമുക്ക് നോക്കാം സിമ്പിൾ വേർഡ് എന്താണ്. സിമ്പിൾ വേർഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള ഒറ്റ പദത്തെ നമുക്ക് വിളിക്കാം സിമ്പിൾ വേർഡ് എന്ന്. പൂർണ്ണമായ ഒരർത്ഥം തരുന്ന ഒറ്റ പദത്തെയാണ് നമ്മൾ സിമ്പിൾ വേർഡ് എന്ന് വിളിക്കുക. ഇപ്പം ആക്റ്റീവ്, സ്ട്രോങ്, വാർണിംഗ്, ക്ലാസ്, റൂം, ബെഡ്, ഇതൊക്കെ എന്താണ്? സിമ്പിൾ വേർഡിന് ഉദാഹരണമാണ്. പൂർണ്ണമായ ഒരു അർത്ഥം നൽകുന്നതും എന്നാൽ ഒറ്റയായിട്ടുള്ളൊരു പദവുമാണ്. അതിനെ നമുക്ക് സിമ്പിൾ വേർഡ് എന്ന് പറയാം. പൂർണ്ണ അർത്ഥമുള്ള ഒറ്റ പദത്തെ നമുക്ക് സിമ്പിൾ വേർഡ് എന്ന് വിളിക്കാം. ഇവിടെ എന്താ ഈ ടേബിളൊക്കെ എന്താ? സിമ്പിൾ. ടേബിള്, സീലിംഗ്, കമ്പ്യൂട്ടറൊക്കെ സിമ്പിൾ വേർഡിന് ഉദാഹരണമാണ്. എന്നാൽ എന്താണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും PSC ചോദിക്കുന്നതാണ് കോമ്പൗണ്ട് വേർഡ്. അതായത് ഈ പൂർണ്ണ അർത്ഥമുള്ള രണ്ട് സിമ്പിൾ വേർഡ്സ് ചേർന്നുണ്ടാകുന്ന പുതിയ പദത്തെ നമുക്ക് കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കാം. പൂർണ്ണമായ അർത്ഥം തരുന്ന രണ്ട് സിമ്പിൾ വേർഡ്സ് ചേർന്നുണ്ടാകുന്ന പുതിയ പദത്തെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. അപ്പം ഹോളും വേയും ചേർന്ന് ഹോൾവേ ഉണ്ടായി. നെക്കും ടൈയും ചേർന്ന് നെക്ക് ടൈ ഉണ്ടായി. ബ്രേക്കും ഫാസ്റ്റും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി. ടേബിളും ക്ലോത്തും ചേർന്ന് ടേബിൾ ക്ലോത്ത് ഉണ്ടായി. ആർട്സും കോളേജും ചേർന്ന് ആർട്സ് കോളേജ് ഉണ്ടായി. ഇതെല്ലാം കോമ്പൗണ്ട് വേർഡിന് ഉദാഹരണം ആകുന്നു. ഓക്കെ, കോമ്പൗണ്ട് വേർഡും പല ടൈപ്പ് ഉണ്ട്. ക്ലോസ്ഡ് ഉണ്ട്, ഹൈഫനേറ്റഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അടുപ്പിച്ച് എഴുതുന്നതുണ്ട്, അകത്തി എഴുതുന്നതുണ്ട്. ഓക്കെ, ക്ലോസ്ഡ് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, അങ്ങനെ പലതരം കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്തോട്ടൊക്കെ നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ തൽക്കാലം ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നു. കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള ഒറ്റ പദത്തെ സിമ്പിൾ വേർഡ് എന്ന് വിളിക്കുന്നു. ഇതേപോലുള്ള പൂർണ്ണ അർത്ഥമുള്ള രണ്ട് സിമ്പിൾ വേർഡ്സ് ചേർന്നുണ്ടാകുന്ന പുതിയ പദത്തെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കുക. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഫോഴ്സ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. കുറച്ച് വൊക്കാബുലറി അതിനോടൊപ്പം ഞാൻ ചേർത്ത് തന്നിട്ടുണ്ട്. ഇനി പാർട്ട് 2ഉം പാർട്ട് 3ഉം ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സും കറക്റ്റായിട്ട് എഴുതിയെടുത്ത് പഠിച്ച് എക്സാമുകൾ എഴുതുക. ഓക്കെ, താങ്ക് യു.